നമസ്കാരം. പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായി നമ്മുടെ ചോദ്യം, കേരളത്തിന്റെ കടൽ തീരം എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട്? ഉത്തരം 580 കിലോമീറ്റർ. കേരളത്തിന്റെ കടൽ തീരം എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 580 കിലോമീറ്റർ. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് തോറിയം. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം എന്ന് ചോദിച്ചാൽ അത് തോറിയമാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ല. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം ജില്ല. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല ചോദിച്ചാൽ എറണാകുളം ജില്ല. കേരളത്തിന്റെ നന്മ ഊണ് പദ്ധതി തുടക്കമിട്ടിരിക്കുന്ന ജില്ലാ ഭരണകൂടം എറണാകുളം ജില്ല. കേരളത്തിൽ നന്മ ഊണ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്ന ജില്ലാ ഭരണകൂടം എറണാകുളം ജില്ലാ ഭരണകൂടം. ഒന്നുകൂടി പറയാം, കേരളത്തിന്റെ കടൽ തീരം എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ടെന്ന് ചോദിച്ചാൽ 580 കിലോമീറ്റർ. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം തോറിയം. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ല. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള കേരളത്തിലെ ജില്ല എറണാകുളം ജില്ല. കേരളത്തിൽ നമ്മ ഊണ് പദ്ധതിക്ക് തുടക്കമിട്ട ജില്ലാ ഭരണകൂടം എറണാകുളം ജില്ല. പ്രസിദ്ധമായ പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. പ്രസിദ്ധമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. ഏറ്റവും കുറച്ച് ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. ഏറ്റവും കുറച്ച് ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ല. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തോന്നയ്ക്കൽ. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. തോന്നയ്ക്കൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചേശ്വരം. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല കാസർഗോഡ് ജില്ല. രാജ രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ തിരുവനന്തപുരം ജില്ല. രാജ രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്രസിദ്ധമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ വയനാട് ജില്ല. ഏറ്റവും കുറച്ച് ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തോന്നയ്ക്കൽ തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന അസംബ്ലി മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല കാസർഗോഡ് ജില്ല. രാജ രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ. അത് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമാണ്. കേരളത്തിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ പ്രശസ്തമായ സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ല. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി വയനാട് ജില്ല. മറക്കരുത്, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി വയനാട് ജില്ല. കേരള സ്റ്റേറ്റ് റബ്ബർ കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂർ ജില്ല. കേരള സ്റ്റേറ്റ് റബ്ബർ കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂർ ജില്ല. കേരളത്തിൽ ആദ്യമായി അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ജില്ല ചോദിച്ചാൽ അത് മലപ്പുറം ജില്ല. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 പോയിന്റ് പഠിക്കാം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരം ചോദിച്ചാൽ തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ടത് 1933 ഈ 2 പോയിന്റും പഠിക്കണം. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരം ചോദിച്ചാൽ അത് തിരുവനന്തപുരം. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല മലപ്പുറം ജില്ല. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിൽ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം, കേരളത്തിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മാനന്തവാടി. കേരള സ്റ്റേറ്റ് റബ്ബർ കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂർ ജില്ല. കേരളത്തിൽ ആദ്യമായി അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ജില്ല. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരം തിരുവനന്തപുരം നഗരം.
കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ജില്ല. കേരളത്തിൽ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ല. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ല. കുട്ടനാട് ഏത് ജില്ലയുടെ ഭാഗമാണ്? ആലപ്പുഴ ജില്ലയുടെ. കുട്ടനാട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ജില്ലയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയുടെ. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് താഴെ പറയുന്നതിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത് താഴെ പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ താലൂക്ക്. കേരളത്തിൽ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടി പറയാം. കുട്ടനാട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ല. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ താലൂക്ക്. കേരളത്തിൽ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കുട്ടനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂര്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂര്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ മ്യൂസിയം നിർമ്മിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ. കേരള സർക്കാരിന്റെ നേതൃത്വത്തിലെ MT വാസുദേവൻ നായർ മ്യൂസിയം നിർമ്മിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ. കേരള കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. കേരളം കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിൽ സമുദ്രനിരപ്പിൽ താഴെയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ മ്യൂസിയം നിർമ്മിക്കുന്നത് കോഴിക്കോടാണ്. കേരളം കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. പഠിക്കുക. ഫാന്റം റോക്ക് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. ഫാന്റം റോക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. പഠിച്ചോളണേ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ആസ്ഥാനം അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട് ജില്ല. പഴശ്ശിരാജ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പഴശ്ശിരാജ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ കോഴിക്കോട് ജില്ല. കേരളത്തിൽ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല. കേരളത്തിലെ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ല. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വയനാട്ടിലെ ഗണപതി വട്ടത്തിന് ഇപ്പോഴത്തെ പേര് സുൽത്താൻ ബത്തേരി. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള പോയിന്റ് ആണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് വയനാട്ടിലെ ഗണപതി വട്ടത്തിന് ഇപ്പോഴത്തെ പേരെന്താണ്? സുൽത്താൻ ബത്തേരി എന്നാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം
പീച്ചിയാണ്. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഫാൻറ്റം റോക്ക് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ. പഴശ്ശിരാജ ആർട്ട് ഗാലറി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയില്. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വയനാട്ടിലെ ഗണപതി വട്ടത്തിന്റെ ഇപ്പോഴത്തെ പേര് സുൽത്താൻ ബത്തേരി എന്നാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചിയാണ്. മലയാള സർവകലാശാലയുടെ ആസ്ഥാനം തിരൂര്. മലയാള സർവകലാശാലയുടെ ആസ്ഥാനം തിരൂരാണ്. കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിൽ കയർ വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഇന്ത്യയിൽ കയർ വ്യവസായം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ കയർ വ്യവസായം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. പഠിക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ഗുരുവായൂർ. കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ഗുരുവായൂർ. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, മലയാള സർവകലാശാലയുടെ ആസ്ഥാനം തിരൂരാണ്. കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിൽ കയർ വ്യവസായം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ഗുരുവായൂർ. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ല. കേരളത്തിലെ 6ാമത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് മഞ്ചേരി, മലപ്പുറം. കേരളത്തിലെ 6ാമത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ മഞ്ചേരി, മലപ്പുറം. കേരളത്തിൽ SCRTയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ SCRTയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല കോഴിക്കോട് ജില്ല. പഠിക്കുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല കോഴിക്കോട് ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരളത്തിലെ 6ാമത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് മഞ്ചേരി, അത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ SCRTയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. പഠിക്കുക, കേരളത്തിൽ ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ, കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ, കണ്ണൂർ ജില്ല. മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാറ്. മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാറാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കേരളത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടത്? ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്? ഉത്തരം ഹോസ്ദുർഗ് ആണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് ഹോസ്ദുർഗ് ആണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇന്ത്യയിൽ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്, അത് പറോട്ടുകോണത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പറോട്ടുകോണത്താണ്. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേര് കേട്ട കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ല. നമ്മുടെ കൽപ്പാത്തി രഥോത്സവമാണ് കേട്ടോ. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേര് കേട്ട കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ല. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ, കണ്ണൂർ ജില്ല. മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വാളയാറാണ്.
കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഏത് താലൂക്കിനെയാണ് കേരളത്തിനോടൊപ്പം കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ ഹോസ്ദുർഗ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പറോട്ടുകോണം. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. പഠിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കാണപ്പെടുന്ന നിക്ഷേപം ലിഗ്നൈറ്റിന്റെ നിക്ഷേപം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കാണപ്പെടുന്നത് എന്തിന്റെ നിക്ഷേപം എന്ന് ചോദിച്ചാൽ അത് ലിഗ്നൈറ്റിന്റെ നിക്ഷേപമാണ്. കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ല. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ പ്രഥമ അല്ലെങ്കിൽ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായി ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കാണപ്പെടുന്ന നിക്ഷേപം എന്തെന്ന് ചോദിച്ചാൽ അത് ലിഗ്നൈറ്റിന്റെ നിക്ഷേപമാണ്. കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ല. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. പഠിക്കുക. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ കോൾ നിലം എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? തൃശൂർ ജില്ല. കേരളത്തിലെ കോൾ നിലം എന്നറിയപ്പെടുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് തൃശൂർ ജില്ലയാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം 2002. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം 2002. ഏറ്റവും കുറച്ച് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ ജില്ല. ഏറ്റവും കുറച്ച് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ ജില്ല. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ. വ്യാവസായിക വൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല എറണാകുളം ജില്ല. വ്യാവസായിക വൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിൽ യഹൂദന്മാരുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. കേരളത്തിലെ യഹൂദന്മാരുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. ഒന്നുകൂടി പറയാം. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ കോൾ നിലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂര്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം 2002. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ. വ്യാവസായിക വൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ യഹൂദന്മാരുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. പഠിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ല. ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളുള്ള ജില്ല പാലക്കാട് ജില്ല. 2011 സെൻസസ് പ്രകാരമാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളുള്ള ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം ചോദിച്ചാൽ അത് കോടനാട്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം ചോദിച്ചാൽ അത് കോടനാട്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്ട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം നീണ്ടകര. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്ട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കൂട. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കൂട. ആറളം ഫാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. ആറളം ഫാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. കൊടുങ്ങല്ലൂരിന്റെ പഴയ പേര് മുസിരിസ്. കൊടുങ്ങല്ലൂരിന്റെ പഴയ പേര്
മുസിരിസ് എന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ല. എക്സൽ ഗ്ലാസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ല. എക്സൽ ഗ്ലാസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ല. ഒന്നുകൂടി പറയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ല. ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉള്ള ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാട്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്ട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കൂട. ആറളം ഫാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. കൊടുങ്ങല്ലൂരിന്റെ പഴയ പേര് മുസിരിസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ല. എക്സൽ ഗ്ലാസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ല. കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഹാൻഡ് വീവ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹാൻഡ് വീവിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. കേരളത്തിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വിതുരയാണ്. കേരളത്തിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയും ചോദിച്ചാൽ അത് വിതുരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഐരാപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഐരാപുരമാണ്. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിലെ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഗവി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ല. വിനോദസഞ്ചാര കേന്ദ്രമായ ഗവി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയാണ്. ഒന്നുകൂടി പറയാം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹാൻഡ് വീവിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കണ്ണൂര്. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വിതുര. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഐരാപുരം. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഗവി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ല. കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. ദേശീയപാതയുടെ ആകെ നീളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളം ജില്ല. ദേശീയപാതയുടെ ആകെ നീളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ചോദിച്ചാൽ എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുത കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുത കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂരാണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് നീണ്ടകരയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ദേശീയപാതയുടെ ആകെ നീളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുത കണക്ഷൻ എത്തിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് നീണ്ടകരയാണ്. സുഹൃത്തുക്കളെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു 2020 വരെ PSC ചോദിച്ചുകൊണ്ടിരിക്കുകയും അതിനുശേഷം പിന്നെ PSC ചോദിക്കാതാവുകയും ഇപ്പൊ PSC വീണ്ടും ചോദിച്ചു തുടങ്ങിയുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും. കേട്ടോ, കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 14 ജില്ലയിലുള്ള സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എക്സാം ഓറിയന്റഡ് ആയിട്ട്. അതുകൊണ്ട് ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന സ്ഥാപനങ്ങൾ: പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ നമ്മുടെ PSC, റീജിയണൽ ക്യാൻസർ സെന്റർ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, കേരള പോലീസിന്റെ ആസ്ഥാനം, അതുപോലെ തന്നെ കേരള പോലീസ് ട്രെയിനിങ് കോളേജ്. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്.
പബ്ലിക് സർവീസ് കമ്മീഷൻ, റീജിയണൽ ക്യാൻസർ സെന്റർ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, കേരള പോലീസിന്റെ ആസ്ഥാനം, കേരള പോലീസ് ട്രെയിനിങ് കോളേജ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല, റീജിയണൽ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്, കേരള പോലീസിന്റെ ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല, ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം തുമ്പയാണ്. ഓർത്തോളനെ, എവിടെയാണ്? തുമ്പയിലാണ്. എന്ത് സ്ഥിതി ചെയ്യുന്നത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുമ്പയിലാണ്. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ടൈറ്റാനിയം പ്രോഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല, ടൈറ്റാനിയം പ്രോഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളിയിലാണ്. അതുപോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരം ജില്ല, ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പ തിരുവനന്തപുരം ജില്ല, ടൈറ്റാനിയം പ്രോഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം ജില്ല, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ശ്രീകാര്യം തിരുവനന്തപുരം ജില്ല. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. കേരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല, കേരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. കേരള സംസ്ഥാന വനം വകുപ്പ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട് തിരുവനന്തപുരം ജില്ല, കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാട് തിരുവനന്തപുരം ജില്ല. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോട് തിരുവനന്തപുരം ജില്ല, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലോട് തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം ജില്ല, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം ജില്ല, കേരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല, കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാട് തിരുവനന്തപുരം ജില്ല, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോടിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ല. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല, കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. ആന പുനരധിവാസ കേന്ദ്രമായ കോട്ടൂർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല, ആന പുനരധിവാസ കേന്ദ്രമായ കോട്ടൂർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം ജില്ല. ഓർത്തോളനെ, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല, ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ തിരുവനന്തപുരം ജില്ല, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പട്ടം തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ കൊല്ലം ജില്ല, കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ കൊല്ലം ജില്ല. കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് ചവറ കൊല്ലം ജില്ല, കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് ചവറ കൊല്ലം ജില്ല. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകര കൊല്ലം ജില്ല, കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകര കൊല്ലം ജില്ല. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പുനലൂർ കൊല്ലം ജില്ല, കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പുനലൂർ കൊല്ലം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചോളുക. കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ കൊല്ലം ജില്ല, കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് അഥവാ KMML ചവറ കൊല്ലം ജില്ല, കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകര കൊല്ലം ജില്ല, കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പുനലൂര് കൊല്ലം ജില്ല. ഓർക്കുക. ട്രാവൻകൂർ ഫ്ലൈവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല, ട്രാവൻകൂർ ഫ്ലൈവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൊട്ടാരക്കര കൊല്ലം ജില്ല, അതായത് കില എന്ന് നമ്മൾ പറയൂലേ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊട്ടാരക്കര കൊല്ലം ജില്ല. ഇന്ത്യൻ റെയർ എർത്ത് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചവറ കൊല്ലം ജില്ല, ഇന്ത്യൻ റെയർ എർത്ത് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചവറ കൊല്ലം ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ആസ്ഥാനം വെള്ളിമൺ കൊല്ലം ജില്ല. കൺഫ്യൂഷൻ ആകും, അത് ക്ലിയർ ചെയ്ത് തരാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് വെള്ളിമൺ എവിടെയാണ്? കൊല്ലം ജില്ല. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക.
ട്രാവൻകൂർ ഫ്ലൈവുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം കൊല്ലം ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൊട്ടാരക്കര കൊല്ലം ജില്ല. ഇന്ത്യൻ റെയർ എർത്ത് ഫാക്ടറി ചവറ കൊല്ലം ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി വെള്ളിമൺ കൊല്ലം ജില്ല. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് തിരുവല്ല പത്തനംതിട്ട ജില്ല. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് തിരുവല്ല പത്തനംതിട്ട ജില്ല. മന്നം ഷുഗർ മില്ല് പന്തളം പത്തനംതിട്ട ജില്ല. മന്നം ഷുഗർ മില്ല് പന്തളം പത്തനംതിട്ട ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് മണ്ണടി പത്തനംതിട്ട ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് മണ്ണടി പത്തനംതിട്ട ജില്ല. വാസ്തുവിദ്യ ഗുരുകുലം ആറന്മുള പത്തനംതിട്ട ജില്ല. വാസ്തുവിദ്യ ഗുരുകുലം ആറന്മുള പത്തനംതിട്ട ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്സ് തിരുവല്ല പത്തനംതിട്ട ജില്ല. മന്നം ഷുഗർ മില്ല് പന്തളം പത്തനംതിട്ട ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് മണ്ണടി പത്തനംതിട്ട ജില്ല. വാസ്തുവിദ്യ ഗുരുകുലം ആറന്മുള പത്തനംതിട്ട ജില്ല. ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചത്. താറാവ് വളർത്തൽ നിരീക്ഷണ കേന്ദ്രം നിരണം പത്തനംതിട്ട ജില്ല. താറാവ് വളർത്തൽ നിരീക്ഷണ കേന്ദ്രം നിരണം പത്തനംതിട്ട. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോന്നി പത്തനംതിട്ട ജില്ല. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോന്നി പത്തനംതിട്ട ജില്ല. മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം ആറന്മുള. മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പത്തനംതിട്ട ആറന്മുളയിലാണ്. എന്നാൽ കേരളത്തിലെ മണ്ണ് മ്യൂസിയമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? പറോട്ട് കോണത്ത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പറോട്ട് കോണത്ത് സ്ഥിതി ചെയ്യുന്നത്. അത് സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെച്ചോളാം. കേരളത്തിന്റെ മണ്ണ് മ്യൂസിയം പറോട്ട് കോണം തിരുവനന്തപുരം ജില്ല. എന്നാൽ കേരളത്തിന്റെ മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആറന്മുള പത്തനംതിട്ട ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താറാവ് വളർത്തൽ നിരീക്ഷണ കേന്ദ്രം നിരണം പത്തനംതിട്ട ജില്ല. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോന്നി പത്തനംതിട്ട ജില്ല. മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം ആറന്മുള പത്തനംതിട്ട ജില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂർ ആലപ്പുഴ. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂർ ആലപ്പുഴ. കേരള കയർ ബോർഡിന്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള കയർ ബോർഡിന്റെ ആസ്ഥാനം ആലപ്പുഴ. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥിതി ചെയ്യുന്നത് കലവൂർ ആലപ്പുഴ. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥിതി ചെയ്യുന്നത് കലവൂർ ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂർ ആലപ്പുഴ. കേരള കയർ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയില്. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കലവൂർ ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആലപ്പുഴ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് കോട്ടയത്തുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ശ്രദ്ധിക്കുക, കോട്ടയത്തുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി നാട്ടകം കോട്ടയം. ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാട്ടകം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂർ കോട്ടയം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂർ കോട്ടയം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. മദ്രാസ് റബ്ബർ ഫാക്ടറി അഥവാ MRFന്റെ ആസ്ഥാനം വടവാതൂർ കോട്ടയം. മദ്രാസ് റബ്ബർ ഫാക്ടറി അഥവാ MRFന്റെ ആസ്ഥാനം വടവാതൂർ കോട്ടയം. റബ്ബർ ബോർഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. റബ്ബർ ബോർഡും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയത്താണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് നാട്ടകം കോട്ടയം ജില്ല. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂർ കോട്ടയം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. മദ്രാസ് റബ്ബർ ഫാക്ടറി വടവാതൂർ കോട്ടയം. റബ്ബർ ബോർഡിന്റെയും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? കോട്ടയമാണ്. ഓർക്കുക. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയുടെ ആസ്ഥാനം കോട്ടയം. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയുടെ ആസ്ഥാനം കോട്ടയം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം കോട്ടയം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം
കോട്ടയം. MG സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ, കോട്ടയം. MG സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ, കോട്ടയം. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ആസ്ഥാനം തെക്കുംതല, കോട്ടയം. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് തെക്കുംതലയുടെ ആസ്ഥാനം കോട്ടയമാണ്. ഓർക്കുക, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് തെക്കുംതല സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കോട്ടയം ജില്ലയിലാണ്. ഓർക്കുക, ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയുടെ ആസ്ഥാനം കോട്ടയം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം കോട്ടയം. MG സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ, കോട്ടയം. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല, കോട്ടയം ജില്ല. ഇനി ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ, കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ, ഇടുക്കി. കേരള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി. കേരള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി. സ്പൈസസ് പാർക്ക് പുറ്റടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ, സ്പൈസസ് പാർക്ക് പുറ്റടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയില്. ഹില്ലി അക്വാ ഫാക്ടറി തൊടുപുഴ, ഇടുക്കി ജില്ല. നമ്മുടെ കേരള സർക്കാരിന്റെ അതെ കുടിവെള്ള പദ്ധതിയായിട്ടുള്ള ഹില്ലി അക്വയുടെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ, ഇടുക്കി ജില്ല. നാഷണൽ അഡ്വഞ്ചർ അക്കാദമിയുടെ ആസ്ഥാനം ദേവികുളം, ഇടുക്കി ജില്ല. നാഷണൽ അഡ്വഞ്ചർ അക്കാദമിയുടെ ആസ്ഥാനം ദേവികുളം, ഇടുക്കി ജില്ല. കേരള ചന്ദന ഡിസ്ലറി സ്ഥിതി ചെയ്യുന്നത് മറയൂര്, ഇടുക്കി ജില്ല. കേരളത്തിലെ ചന്ദന ഡിസ്ലറി സ്ഥിതി ചെയ്യുന്നത് ഏക ഡിസ്ലറിയാണ് കേട്ടോ, ചന്ദന ഡിസ്ലറി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മറയൂര്, ഇടുക്കി ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ, ഇടുക്കി. കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ, ഇടുക്കിയാണ്. സ്പൈസസ് പാർക്ക് പുറ്റടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയാണ്. ഹില്ലി അക്വാ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ, ഇടുക്കിയാണ്. നാഷണൽ അഡ്വഞ്ചർ അക്കാദമിയുടെ ആസ്ഥാനം ദേവികുളം, ഇടുക്കിയാണ്. കേരളത്തിലെ ഒരേ ഒരു ചന്ദന ഡിസ്ലറി മറയൂർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അതായത് തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എറണാകുളം ജില്ലയിലെ സ്ഥാപനങ്ങൾ. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം, കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല, ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. നാളികേര വികസന ബോർഡ് കൊച്ചി, എറണാകുളം ജില്ല. നാളികേര വികസന ബോർഡ് കൊച്ചി, എറണാകുളം ജില്ല. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊച്ചി, എറണാകുളം ജില്ല. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊച്ചി, എറണാകുളം ജില്ല. കേരളത്തിൽ CBIയുടെ ആസ്ഥാനം കൊച്ചി, എറണാകുളം ജില്ല. കേരളത്തിലെ CBIയുടെ ആസ്ഥാനം എവിടെയാ? കൊച്ചി, എറണാകുളം ജില്ലയാണ്. ഇൻഫോ പാർക്ക് കാക്കനാട്, എറണാകുളം. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്, എറണാകുളം ജില്ല. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ പനങ്ങാട്, എറണാകുളം ജില്ല. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ പനങ്ങാട്, എറണാകുളം ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. നാളികേര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി, എറണാകുളം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി, എറണാകുളം. കേരളത്തിൽ CBIയുടെ ആസ്ഥാനം കൊച്ചി, എറണാകുളം. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്, എറണാകുളം. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ പനങ്ങാട്, എറണാകുളം. ദക്ഷിണ മേഖല നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി, എറണാകുളം. ദക്ഷിണ മേഖല നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി, എറണാകുളം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി, എറണാകുളം. ഒത്തിരി പേര് തെറ്റിക്കുന്നതാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കളമശ്ശേരി, എറണാകുളം ജില്ല. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് കളമശ്ശേരി, എറണാകുളം. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി, എറണാകുളം. ബാംബു കോർപ്പറേഷൻ അങ്കമാലി, എറണാകുളം. ബാംബു കോർപ്പറേഷൻ അങ്കമാലി, എറണാകുളം. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ അത്താണി, എറണാകുളം. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ അത്താണി, എറണാകുളം ജില്ല. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം ജില്ല. പുൽത്തൈല ഗവേഷണ കേന്ദ്രമായിട്ടുള്ള ഓടക്കാലി എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉദ്യോഗമണ്ഡൽ ആലുവയാണ് കേട്ടോ. ഇവിടെയാണ് എറണാകുളം ജില്ല. ശ്രദ്ധിച്ചോളനെ. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ PSC ഉദ്യോഗമണ്ഡൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരമായിട്ട് ആലുവയും കൊടുത്തിട്ടുണ്ട്, ഉത്തരമായിട്ട് എറണാകുളം ജില്ലയും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ദക്ഷിണ മേഖല നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി, എറണാകുളം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റിന്റെ ആസ്ഥാനം കളമശ്ശേരി, എറണാകുളം.
ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് കളമശ്ശേരി എറണാകുളം, ബാംബു കോർപ്പറേഷൻ അങ്കമാലി എറണാകുളം, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ അത്താണി എറണാകുളം, പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ഉദ്യോഗമണ്ഡൽ അല്ലെങ്കിൽ ആലുവ അല്ലെങ്കിൽ നമുക്ക് പറയാം എറണാകുളം ജില്ല. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ ആസ്ഥാനം ഉദ്യോഗമണ്ഡൽ എറണാകുളം ജില്ല. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ ആസ്ഥാനം ഉദ്യോഗമണ്ഡൽ എറണാകുളം ജില്ല. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി എറണാകുളം ജില്ല. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി എറണാകുളം ജില്ല. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവ എറണാകുളം ജില്ല. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവ എറണാകുളം ജില്ല. നാഷണൽ പേപ്പർ എക്സ്ചേഞ്ച് കൊച്ചി എറണാകുളം ജില്ല. നാഷണൽ പേപ്പർ എക്സ്ചേഞ്ച് കൊച്ചി എറണാകുളം ജില്ല. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം ജില്ല. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം ജില്ല. കേരള ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അത്താണി എറണാകുളം ജില്ല. കേരള ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അത്താണി എറണാകുളം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ഉദ്യോഗമണ്ഡൽ എറണാകുളം ജില്ല. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി എറണാകുളം ജില്ല. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവ എറണാകുളം. നാഷണൽ പേപ്പർ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി എറണാകുളം ജില്ല. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം ജില്ല. കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം അത്താണി എറണാകുളം ജില്ല. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് കളമശ്ശേരിയുടെ ആസ്ഥാനം ചോദിച്ചാൽ എറണാകുളം ജില്ല. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് അഥവാ നുഹാംസ് നമ്മൾ പറയും, അതെവിടെയാണ്? കളമശ്ശേരി എറണാകുളം ജില്ല. കേരള കൺസ്യൂമർ ഫെഡ് ഗാന്ധിനഗർ കൊച്ചി എറണാകുളം ജില്ല. കേരള കൺസ്യൂമർ ഫെഡിന്റെ ആസ്ഥാനം ഗാന്ധിനഗറിന് ഉത്തരം PSC കൊടുത്തിട്ടുണ്ട്, കൊച്ചിക്ക് PSC ഉത്തരം കൊടുത്തിട്ടുണ്ട്, എറണാകുളം ജില്ലയെന്നും PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മൂന്നും പഠിച്ചോളാം. കേരള കൺസ്യൂമർ ഫെഡിന്റെ ആസ്ഥാനം ഗാന്ധിനഗർ അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി എറണാകുളം ജില്ല. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി എറണാകുളം ജില്ല. കേരള സ്റ്റേറ്റ് മാരിടൈം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം. കേരള സ്റ്റേറ്റ് മാരിടൈം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് കളമശ്ശേരി എറണാകുളം ജില്ല. കേരള കൺസ്യൂമർ ഫെഡിന്റെ ആസ്ഥാനം ഗാന്ധിനഗർ അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ജില്ല. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി എറണാകുളം ജില്ല. കേരള സ്റ്റേറ്റ് മാരിടൈം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കൊച്ചി എറണാകുളം ജില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റിയാണ്. നമുക്ക് നോക്കാം. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എന്താണ്? തൃശൂർ ജില്ലയിലാണ്. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂർ ജില്ല. ഇത് മൂന്നും അങ്ങ് പഠിച്ചു വെച്ചോളണേ. കേരള ലളിതകലാ അക്കാദമി തൃശൂർ ജില്ല, കേരള സാഹിത്യ അക്കാദമി തൃശൂർ ജില്ല, കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂർ ജില്ല. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരം തൃശൂർ ജില്ല. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരം തൃശൂർ ജില്ല. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ആസ്ഥാനം തൃശൂർ ജില്ല. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അഥവാ KSFE എന്ന് പറയത്തില്ലേ, അവരുടെ ആസ്ഥാനം എവിടെയാണ്? അത് തൃശൂർ ജില്ലയിലാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ആസ്ഥാനം തൃശൂർ ജില്ല. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശൂർ ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരം തൃശൂരാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അഥവാ KSFEയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ആസ്ഥാനം തൃശൂരാണ്. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണൂത്തി തൃശൂർ. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണൂത്തിയുടെ ആസ്ഥാനം തൃശൂരാണ്. സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ അരനാട്ടുകര തൃശൂര്. സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ അരനാട്ടുകര തൃശൂര്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി തൃശൂര്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി തൃശൂര്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി അല്ലെങ്കിൽ നമുക്ക് പറയാം വെള്ളാനിക്കര തൃശൂർ ജില്ല. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി അല്ലെങ്കിൽ വെള്ളാനിക്കര എവിടെയാണ്? തൃശൂർ ജില്ലയാണ്. ഇത് മൂന്നെണ്ണത്തിനും PSC ആൻസർ കൊടുത്തിട്ടുണ്ട്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശൂർ ജില്ല. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശൂർ ജില്ല. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശൂർ ജില്ല. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശൂർ ജില്ല. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി തൃശൂർ ജില്ല. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി തൃശൂർ ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക.
കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണുത്തി തൃശൂർ ജില്ല, സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ അരനാട്ടുകര തൃശൂർ ജില്ല, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി തൃശൂർ ജില്ല, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി വെള്ളാനിക്കര തൃശൂർ ജില്ല, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശൂർ ജില്ല, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശൂർ ജില്ല, അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി തൃശൂർ ജില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പാലക്കാടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ശ്രദ്ധിക്കുക, പാലക്കാടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട്, പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ സ്ഥിതി ചെയ്യുന്നത് ഒലവക്കോട് പാലക്കാട് ജില്ല, പാലക്കാട് റെയിൽവേ ഡിവിഷൻ സ്ഥിതി ചെയ്യുന്നത് ഒലവക്കോട് പാലക്കാട് ജില്ല. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട് പാലക്കാട് ജില്ല, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട് പാലക്കാട് ജില്ല. മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാർ പാലക്കാട്, മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാർ പാലക്കാട് ജില്ല. കരിമ്പ് ഗവേഷണ കേന്ദ്രമായ മേനോൻ പാറ സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് പാലക്കാട്. അതുപോലെ ഒരു കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിലെ തിരുവല്ലയിലുണ്ട് കേട്ടോ, ഓർത്തോളനെ. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മേനോൻ പാറ പാലക്കാട്, അല്ലെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട തിരുവല്ലയിലാണ്. ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ തിരുവാഴാംകുന്ന് പാലക്കാട്, ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവാഴാംകുന്ന് പാലക്കാട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് കോഴിപ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഓർക്കണേ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ IIT എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് കോഴിപ്പാറയിലാണ്, ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട്, പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഒലവക്കോട്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട് പാലക്കാട്, മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാർ പാലക്കാട്, കരിമ്പ് ഗവേഷണ കേന്ദ്രം മേനോൻ പാറ പാലക്കാട്, അതിനോടൊപ്പം തന്നെ പത്തനംതിട്ടയിലൊന്നുണ്ട്, അത് തിരുവല്ലയിലാണ്. ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ തിരുവാഴാംകുന്ന് പാലക്കാട് ജില്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് അഥവാ IIT പാലക്കാട് സ്ഥിതി ചെയ്യുന്നത് കോഴിപ്പാറയിലാണ്, ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല തിരൂർ മലപ്പുറം ജില്ല, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല തിരൂർ മലപ്പുറം ജില്ല. മലയാളം റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരൂർ മലപ്പുറം ജില്ല, മലയാളം റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരൂർ മലപ്പുറം ജില്ല. കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ല, പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ല. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം ജില്ല, കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം ജില്ല. കേരള ഗ്രാമീണ ബാങ്ക് മലപ്പുറം ജില്ലയിലാണ് ആസ്ഥാനം, കേരള ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ല. കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം നിലമ്പൂർ മലപ്പുറം ജില്ല, കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം നിലമ്പൂർ മലപ്പുറം ജില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേരി, മലപ്പുറത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഞ്ചേരിയിലാണ്. അതും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല തിരൂർ മലപ്പുറം, മലയാളം റിസർച്ച് സെന്റർ തിരൂർ മലപ്പുറം, കോഴിക്കോട് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തേഞ്ഞിപ്പാലം മലപ്പുറം, കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം, കേരള ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം, കേരള വുഡ് ഇൻഡസ്ട്രീസ് നിലമ്പൂരിന്റെ ആസ്ഥാനം മലപ്പുറം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി മലപ്പുറം. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഥവാ IIM സ്ഥിതി ചെയ്യുന്നത് എവിടെയാ സുഹൃത്തുക്കളെ? അത് കോഴിക്കോടാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്, കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരള സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സിന്റെ ആസ്ഥാനം കുന്നമംഗലം കോഴിക്കോട്, കേരള സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സിന്റെ ആസ്ഥാനം കുന്നമംഗലം കോഴിക്കോട്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ആസ്ഥാനം ബാലുശ്ശേരി കോഴിക്കോട്, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ആസ്ഥാനം ബാലുശ്ശേരി കോഴിക്കോട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ ആസ്ഥാനം കോഴിക്കോട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ ആസ്ഥാനം കോഴിക്കോട്. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കുന്നമംഗലം കോഴിക്കോട്,
സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കുന്നമംഗലം, കോഴിക്കോട് ജില്ല. ഓർക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റിയാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട്, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ വയനാട്, റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ വയനാട്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ വയനാട്, കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ വയനാട്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് വയനാട്. പഠിച്ചോളനെ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് വയനാട്. MS സ്വാമിനാഥൻ റിസർച്ച് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പുത്തൂർ വയൽ വയനാട്. MS സ്വാമിനാഥൻ റിസർച്ച് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ പുത്തൂർ വയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാടാണ്. ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ വയനാട്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ വയനാട്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ വയനാട്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് വയനാട്. MS സ്വാമിനാഥൻ റിസർച്ച് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പുത്തൂർ വയൽ വയനാട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അഥവാ നിഫ്റ്റിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. റെപ്പോയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ല. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂര്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂര്. കേരള ഫോക്ലോർ അക്കാദമി ചിറക്കൽ കണ്ണൂര്, കേരള ഫോക്ലോർ അക്കാദമി ചിറക്കൽ കണ്ണൂര്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂര്, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂര്. കണ്ണൂർ യൂണിവേഴ്സിറ്റി തവക്കര കണ്ണൂര്, കണ്ണൂർ യൂണിവേഴ്സിറ്റി തവക്കര കണ്ണൂര്. മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി കണ്ണൂര്, മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി കണ്ണൂര്. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം, സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറളമാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അഥവാ നിഫ്റ്റിന്റെ ആസ്ഥാനം കണ്ണൂർ ജില്ല. റെക്കോർഡ് ആസ്ഥാനം കണ്ണൂർ ജില്ല. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കണ്ണൂർ ജില്ല. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ കണ്ണൂർ ജില്ല. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ ജില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി തവക്കര കണ്ണൂർ ജില്ല. മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി കണ്ണൂർ ജില്ല. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം കണ്ണൂർ ജില്ല. ഓർക്കുക. ഇനി നമുക്ക് അവസാന ഭാഗമാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേന്ദ്ര സർവകലാശാല പെരിയ കാസർഗോഡ് ജില്ല, കേന്ദ്ര സർവകലാശാല പെരിയ കാസർഗോഡ് ജില്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുടിലു കാസർഗോഡ് ജില്ല, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുടിലു കാസർഗോഡ് ജില്ല. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പീലിക്കോട് കാസർഗോഡ് ജില്ല, റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പീലിക്കോട് കാസർഗോഡ് ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കേന്ദ്ര സർവകലാശാല പെരിയ കാസർഗോഡ് ജില്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുടിലു കാസർഗോഡ് ജില്ല. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പീലിക്കോട് കാസർഗോഡ് ജില്ല. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദിച്ച PSCയുടെ ചോദ്യങ്ങൾ. ഈ ഭാഗങ്ങൾ സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവലും PSC ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതുകൊണ്ട് 2-3 തവണ സുഹൃത്തുക്കൾ വീഡിയോ കണ്ട് ഇതങ്ങ് മനസ്സിരുത്തി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം.